പ്രൈസ് ദി ലോർഡ്. ഒരിക്കലൊരു കാട്ടിൽ പുലി വളരെ വിശന്നിട്ട് ഒരു മുയലിനിട്ട് ഓടിച്ചു. അന്ന് മുയലിനെ കിട്ടിയില്ല. പുലി വാശിയോടെ രണ്ടാം ദിവസവും മുയലിനെ ഓടിച്ചു. അങ്ങനെ 6 ദിവസം മുയലിന്റെ പുറകെ പുലി ഓടി. ഒടുവിൽ പുലിക്ക് പരാജയം സമ്മതിക്കേണ്ടി വന്നു. അവസാനം മുയലിന്റെ പൊത്തിന് മുമ്പിൽ പോയി പുലി ചോദിച്ചു, മുയലേ, നീ എന്തെങ്കിലും മാന്ത്രിക വിദ്യ ചെയ്തിട്ടാണോ എന്നിൽ നിന്നും രക്ഷപ്പെട്ടത്? ഞാൻ 6 ദിവസമായി നിന്നെ ഓടിച്ചിട്ടും എനിക്ക് നിന്നെ പിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. അതിന് മുയൽ പറഞ്ഞു, 6 അല്ല 60 ദിവസം എന്നെ ഓടിച്ചാലും എന്നെ പിടിക്കാൻ കിട്ടത്തില്ല. എന്തുകൊണ്ടാണെന്ന് പുലി ചോദിച്ചപ്പോൾ മുയൽ ഒരു ചോദ്യം ചോദിച്ചു, നീ എന്തിനാണ് എൻ്റെ പിറകെ ഓടിയത്? പുലി പറഞ്ഞു, ഞാൻ നിന്നെ പിടിക്കാനാണ്. മുയൽ പറഞ്ഞു, അല്ല. നീ എന്തിനാണ് എൻ്റെ പിറകെ ഓടിയത്? പുലി വീണ്ടും പറഞ്ഞു, ഞാൻ നിന്നെ പിടിക്കാനാണ്. മുയൽ പറഞ്ഞു, അല്ല. അതിനുത്തരം ഞാൻ പറയാം. നീ ഓടിയത് നിന്റെ വിശപ്പിന് വേണ്ടിയായിരുന്നു. എന്നാൽ ഞാൻ ഓടിയതോ എൻ്റെ ജീവൻ രക്ഷിക്കാൻ. ജീവന് വേണ്ടി ഓടുന്നവൻ വിശപ്പിന് വേണ്ടി ഓടുന്നവനേക്കാൾ വേഗതയുള്ളവനാണ്. അതായത് നമ്മുടെ വേഗത കുറയാൻ കാരണം നമ്മുടെ ശരീരഘടനയോ ഗ്രൗണ്ടിൻ്റെ അവസ്ഥയോ അല്ല, മുന്നിൽ വരുന്ന പ്രതികൂല കാറ്റോ ഒന്നുമല്ല. നമ്മുടെ ഹൃദയത്തിലെ ലക്ഷ്യവും സ്വപ്നവും ആഗ്രഹവും ആവശ്യവും വലുതാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ജയിക്കുവാൻ കഴിയും. നമുക്ക് വേഗത കുറയാതെ ഓടുവാൻ കഴിയും. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു തൻ്റെ ഓട്ടത്തിൽ വേഗത കുറയാതെ താൻ ആരംഭിച്ച ഓട്ടം അവസാനം ക്രൂശ് വരെയും ഓടിത്തികച്ചു. ഏറെ ഓട്ടം പൂർത്തിയാക്കിയ നല്ല നായകനായ യേശു നമുക്ക് മാതൃകയായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യവും നിങ്ങളുടെ ആഗ്രഹവും സ്വപ്നവും നിങ്ങളുടെ വേഗതയെ കൂട്ടുമാറാകട്ടെ. ദൈവം അതിനായി നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.